ഇതാരെ ചത്തെടുക്കുന്നേ ഇടിമിട്ടി എമ്പടിക്കേ മീ സ്ലിപ്പായതാടോ. ഡ്രേക്കണേ ഇനി സ്പെഷ്യൽ ഇൻവൈറ്റ് വല്ലതും ചെയ്യണോ? ഡ്രേക്കിംഗ് ഗ്യാങ്ക്രസ് ഇട്ടില്ല മാമ കള്ള. ഡ്രേക്കണ ഈടായിട്ട് ഭയങ്കര ഉഴപ്പായി തുടങ്ങി. നീ തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കുറച്ചല്ല കുറച്ചധികം സാത്താനെ കണ്ടല്ലേ സംസാരിച്ചായിരുന്നു സാത്താനോട്. ആ കഴിവറോട് ഞാൻ പറഞ്ഞു. എന്ത് പറ്റി മോനെ? ഞാനവിടെ ഉണ്ട് മോലെ. എന്ത് പറ്റി? ഫ്രെഡി കൊന്നു. ഞാനും കഴിക്കട്ടെ. വലിയൊരു നീ പറഞ്ഞോണ്ട് ഇപ്പൊ കൂടെ കണ്ടോണം. ലിമസിന്റെ വണ്ടിയിലാണോ ഓരോരുത്തര്? ഓ ഇതിനെ പൊക്കാൻ വരുന്നല്ലേ. എടാ ലോഡാവുന്നടാ. ആ റിമോട്ട് ഇടുന്നാരാ? അതെ അതെ അതെ. കള്ളം പറഞ്ഞ കണ്ണ് താഴും. ഞാൻ മോളിട്ടത് നീയാണ് മറ്റേ തലയിൽ മറ്റേ കോണക വെച്ചത്. കക്കുച്ചിയാണോ? എന്താണ് നിന്നോടല്ലേ ഇടല്ലേന്ന് പറഞ്ഞിട്ടാണ്. ചാച്ചനെ കണ്ടില്ല. ചാച്ച വന്നിട്ടില്ല. പാട്ട് പാടാൻ പറ്റി. അതങ്ങനെ യൂണിവേഴ്സിലാണല്ലോ. ഒഫീഷ്യൽ സോങ് ആണല്ലേ അത്. കൊറട്ടിയാണോ? കൊറട്ടി എല്ലാരും വീട്ടില് പോയാ ബോറടിച്ചാവോ? വെറുതെ എന്നോട് തേച്ചു പോയി. ഇത്രയും കഴിവേറികൾ ഉണ്ടെന്ന് വിചാരിച്ചില്ല. मेरी आंखों के करे तेरे तेरे जाहिर कर से പാട്ട് കൊള്ളാം. സോ ഗെറ്റ് റെഡി ഗൈസ്. ട്രയോ പ്ലസ് ഡുവോ. എന്താണ് ട്രയോ, എന്താണ് ഡുവോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾ കണ്ടറിയാം. ത്രീ പ്ലസ് ടു 5 സിമ്പിൾ. 3+2 സിമ്പിൾ എന്ന് പറയാനായിട്ട് 3+2 ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ 3+2 അല്ല. 3+2 ട്രയോ ഡുവോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്പടാ -2 സോ 1 റിക്രൂട്ട്മെന്റ്. ഏതാ കണ്ടുപിടുത്തം നോക്കിക്കേ. ബുദ്ധി എവിടം വരെ പോകുന്നു. മൂന്ന് ഗാങ് വേണ്ടി 2 റിക്രൂട്ട്മെന്റ്. അത് ആക്ച്വലി കൊള്ളാം അല്ലേ? അതും കറക്റ്റാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. അമ്പടാ റിക്രൂട്ട്മെന്റ് എടുക്കുമ്പോൾ അവരെ പറ്റി ഒരു ഇൻട്രോ പറയാമോ? അവരെ പറ്റി ഇൻട്രോ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. പറയാറുണ്ടല്ലോ എടുക്കാറില്ല ഒരാളെ കുറിച്ചില്ല.
ചിറക്കൽ ശ്രീഹരി. നാളെ കളി കാണണ്ടോ? നാളെ മീൻസ് ഇന്ന് രാത്രി അല്ലേ? ഇന്ന് പുലർച്ചെ അല്ലേ കളി അല്ലേ? എല്ലാവരും ഓർഡർ ആയിട്ട് നിൽക്കാറാ. എല്ലാവരും ഓർഡർ ആയിട്ടല്ലേ നിൽക്കുന്നത്? നമുക്ക് 5 സ്ലോട്ട് ഉണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ, സിറ്റിയിൽ കയറാൻ പറഞ്ഞാലും ഇവരെല്ലാവരും റെഡിയാണ്, ആക്റ്റീവാണ്. ഇതേപോലെ സിറ്റി കയറാൻ പറഞ്ഞാൽ ഇവരൊന്നും കയറത്തില്ല. അല്ലെങ്കിൽ ഒത്തിരി ചിലർ മനപ്പുറം കയറാത്തല്ല, അങ്ങനെ ഇതേപോലെ ഒന്നുമില്ല കറണ്ട് ഇല്ലാത്ത ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇതേപോലെ കത്തിപ്പോകുന്നത്, സിറ്റി കയറാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനുകളുണ്ടാവും. സോ നമുക്ക് കറക്റ്റ് സ്ലോട്ടിലെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അത് മാത്രം വെച്ച് ഡിപ്പെൻഡ് ചെയ്ത് നമുക്കത് നിൽക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി എന്തായാലും ഓരോ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓരോ പ്ലേയേഴ്സിന് കയറാൻ പറ്റാത്ത ഇഷ്യൂസ് വരും. സോ 1-2 പേരെ അല്ലെങ്കിൽ 2-3 പേരെ നമ്മൾ എക്സ്ട്രാ സ്ലോട്ടിനും കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. എന്നിട്ട് ഇതേപോലെ ഇപ്പോഴത്തെ ഇതിൽ റൊട്ടേഷൻ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇതേപോലെ സിറ്റിയിൽ ആക്ടിവിറ്റിക്ക് പ്ലെയേഴ്സ് ഇല്ലാത്ത അവസ്ഥ വരും. കറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് സ്ലോട്ടിനുള്ള കറക്റ്റ് ആൾക്കാർ മാത്രം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എടുക്കുന്നുള്ളത്. നമ്മള് മാത്രം മതി ഇങ്ങനെ വരാത്ത. അവനല്ല, അവൻ തന്നെയല്ലേ ഇത് ബുക്ക് ചെയ്തുള്ള? എടാ നീ കത്തിയില്ലേ? എടാ നീ വിഷയമാണല്ലോടാ. നീ വിഷയമാണല്ലോടാ. ഇല്ല ഒരു വിഷയമില്ല വേലു. പാവം ഞാൻ. റേഡിയോന്റെ എഫക്റ്റാ. PL പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു PL നേരെ എല്ലാരും കേറി അങ്ങ് എടുക്കാം. ഒരു പാട്ട് പറഞ്ഞത് ഞാൻ PL കുറച്ചുകൂടി കുറയും. എന്റെ പാട്ട് കേട്ടോ സർവ്വത്യം ഇല്ല. ഞാനും സത്താനും നമ്മളിട്ട് നിങ്ങളല്ലേ ആദ്യം കത്തിയാലും ആദ്യം കേറിയില്ലേ? ആദ്യം ഞാൻ ഇവർക്ക് അറിയില്ലല്ലോ. ഇത് കത്തിക്കൊണ്ടിരിക്കത്തേ സെർവർ റീസ്റ്റാർട്ട് ആക്കുന്നില്ല. ഇത് 2500 ഇത് പിന്നെയും കത്തും. എപ്പോഴാണ് ഇന്നലെ നോർമലാ? ഇതെന്താ ഇവനെ പൊക്കാത്തേ? പുറകോട്ടായി നമ്മൾ മാറിയിരിക്കാം. പൊക്കുന്നു. സാർ പ്ലീസ്. വിമ്പൻ ക്യൂബൻ അവരുടെ കൂടെ ഉള്ള പ്ലെയർ ആണ് വരുന്നത്. എനിക്കറിയില്ല ഗൈസ്. പറടാ. പല പ്രകോപനങ്ങളുണ്ടാവും, ഒന്നും പറയരുത്. പല പ്രകോപനങ്ങളുണ്ടാവും, ഒന്നും പറയരുത്. ഒന്നുമില്ല. അവര് പല രീതിയിലും 3 ട്രയോ പ്ലസ് ഡോ എന്ന് പറയുമ്പോ 3 - 2 = 1 പറയുന്നത്. പെട്ടെന്ന് കേറാൻ പറയാം, അടുത്ത് കത്തി പോകുന്നതിന് മുമ്പ്. എന്ത് സുഖ കിട്ടുന്നു. PL സെറ്റാണ്. പിങ് ഇതാണ്. ഇന്ന് എല്ലാവരും റെഡി ആണെങ്കിൽ നേരെ നമുക്കത് ഒന്ന് നടത്താം. തരാ ഓക്കെ. 10 പേര് കണക്ട്. എടാ എല്ലാവരും റെഡി കയറുക. ഫ്രെഡി റെഡി കയറുക. ഡെവിൽ റെഡി കയറുക. ഇത് സ്പൈഡി ആണോടാ? ഓ കത്തി. അൾട്രോൺ മരക്ക മാസ്ക് ഒക്കെ ഇട്ടിട്ട്. ഹായ്, കേൾക്കാമോ? അല്ല ഡ്രാഗണോ? ഡ്രാഗൺ സൈമൺ SS എവിടെയാണ് ഡ്രാഗ? ഓ ഗണേഷ് കുമാര്, ഗണേഷ് ഹലോ ഗൈസ്, ആരെങ്കിലും പീഡിന്റെ അടുത്ത് എവിടെയാണ് ഡ്രാഗ? ഞാൻ നാളെ വരാച്ചിട്ടായിരുന്നു. പിന്നെ കണ്ടോ കാർലോ? കണ്ടോ നീ ഏതാ ഏതോ കണ്ടു കിടന്ന് സംസാരിക്കുന്നു.
ഏതാ ബാക്കിയുള്ളവർ കേറട്ടല്ലേ? അപ്പൊ സിറ്റിയിൽ ആൾക്കാരുണ്ട്, റേഡിയോയിൽ 14 ഉള്ളൂ. ആ ഒരാൾ ഫോക്സ് ആണ് ഗൈസ്. ഒരു അപേക്ഷയാണ്. ആ അപേക്ഷയായിട്ട് കടിച്ചിട്ടാ ആ ഫ്രെഡി റെഡി. അങ്ങ് മുടിയില്ല മൊയില് അവന്റെ ബോട്ടാ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇല്ല, ഞാൻ അവന് അങ്ങനെ എപ്പോഴും പറഞ്ഞു അവനുമായിട്ട് ഒരു ഇതാവാണ്ട് പറഞ്ഞു അവന് വിഷമമായി എന്തെങ്കിലും ഒക്കെ തോന്നി പറഞ്ഞു ഇനി അടുത്ത റിക്രൂട്ട്മെന്റ് എടുക്കണ്ടൊക്കെ വന്നിട്ട്. നീ പഴയ മൊട്ടയാണോ മനസ്സിലായ? ഇടപാല നോക്കരുത് അങ്ങ് പറയന്നെ. എടാ ഫ്രെഡി, എടാ നിന്നെ കുറച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഇന്റേണൽ കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇന്റേണൽ മാർക്ക് പറഞ്ഞത് 1 മിസ്റ്റർ ഡെവിൽ. എന്താണ് ഡെവിൽ പറയുന്നത് വെച്ചാല് നിന്റെ സ്വഭാവം ശരിയല്ല, എന്താണ് നിന്റെ വാ ശരിയല്ല. ഭൂരിപക്ഷം നോക്കും മീലു. ആ നീ ആളും തരം നോക്കി സംസാരിക്കണം, മനസ്സിലായോ? ഞാൻ 2 യോഗി, എല്ലാരും പറയാൻ അപ്പൊ 4 സാഹചര്യം നോക്കി ഫണ്ട് അടിക്കണം, മനസ്സിലായോ? എല്ലാരും ഒരേപോലെ എടുക്കത്തില്ല. അതും ശരി, അത് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഫ്രെഡിനോട്. സാഹചര്യം ഇല്ലേലും ഫണ്ടടിക്കരുത്, അതും താകത്തില്ല. അളിയ നീ ഫണ്ട് അടിച്ചോ? നിലവാരമുള്ളത് അടിക്കടാ. ഇത് ഡെയിലി എന്തായിരുന്നു പറഞ്ഞത്? എക്സാമ്പിൾ എന്ന് പറയാ ഫ്രെഡി പറഞ്ഞ ഒരു ഫണ്ട്. നേരത്തെ ഫാനിനെ പറ്റി പറഞ്ഞില്ലടാ നിന്റെ അടുത്ത്. എല്ലാം എഴുതി വെച്ചേക്കോ നീ. നിന്റെ അടുത്ത് എന്തോ ഫാനിനെ പറ്റി പറഞ്ഞില്ലേ ഒരു 5 രൂപ? ആ ശരി, അടിച്ച് ഓക്കെ ഒന്ന് തുടങ്ങിയാലോ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഏതാ മാമൻ പറഞ്ഞ പവറാണ് മാമന്. ഏറ്റവും ഓടി കളിക്കുന്നത്. എടാ എല്ലാരും റെഡി ആയിക്കോ. ഒന്ന് നേരം കപ്പടിക്കുമെന്ന് ഉള്ള സംസാരമായിരുന്നു. പോർച്ചുഗൽ അടിക്കൂല, ഫ്രാൻസ് അടിക്കുള്ളൂ. ഫ്രാൻസ് അടിക്കും. ഹോക്കി ആ 3 ഒരുമിച്ചല്ലേ വരുന്നത്? വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പറയുമ്പോഴേ ഒരു സെക്കൻഡ്. എടാ ഒരു റേഡിയോ കണക്ട് ഇടുക. ഇനി ആൾക്കാർ സിറ്റിയിലുണ്ടാവും, അറിയത്തില്ല. 68 പറയുന്നു. ഹിറ്റ് റേഡിയോ അപ്പൊ സെറ്റ് ആവും, എല്ലാരും കയറും. ഹിറ്റ് റേഡിയോ അല്ലെങ്കിൽ മലയാളം തർജ്ജമ ചെയ്ത അടിച്ചു പൊട്ടിക്കൽ റേഡിയോ അങ്ങനെ എന്തെങ്കിലും ഇട്. ഇപ്പൊ ഈ റേഡിയോയിലുള്ള എല്ലാരും ഗ്യാങ് ഹൗസിലുണ്ടോ? എടാ അതല്ല, ഇപ്പൊ ഈ റേഡിയോയിലുള്ള എല്ലാരും ഗ്യാങ് ഹൗസിലുണ്ടോ? എടാ ആരും ഇല്ലാത്തതുണ്ടോ? ഓക്കെ ഓക്കെ. എവിടെന്നാടാ? എവിടെ എത്തി? അതാ ഞാൻ നമ്മളിപ്പോ പിക്ക് ചെയ്തോട്ടെ ഹെലി എടുത്ത്. ഗണേഷ് മാർ കൊറട്ടി. നമുക്ക് പെട്ടെന്ന് എടുക്കാം, അത്ര നേരം നല്ലപോലെ പറയാലോ ഇവിടെ. അങ്ങനെ പറയണ്ടായിരുന്നു, അത് അത്രക്ക് പറയണ്ടായിരുന്നു. നീയല്ലേ മുട്ടനോട് പറയാൻ പറഞ്ഞേ? നീയാണ് അവന് ഫ്രെഡി വേവാ ഡിലേ ആക്കല്ലേ? നീ ചാവരുത്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, മറ്റേ കോർട്ടിനൊന്ന് പിക്ക് ചെയ്ത് വന്നാ തുടങ്ങാം. നമുക്ക് ഹെലിയിലൊന്നും എടുക്കാൻ പോയിട്ടുണ്ട് കോർട്ടിന്. ആണോ? ഓക്കെ ഓക്കെ. ഇറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഏതാ കട്ടുണ്ടോ? നമ്മുടെ നമ്മൾ ഇത്രയും നാള് ഇവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അതെ അതെ. ഈ ഒരു അപ്പോ നമ്മള് ഇന്ന് 3+2 എന്ന രീതിയിലാണ് നമ്മളിന്ന്
ഒരു സംഭവം ഇറക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു 3 സംഭവമാണ് നമ്മൾ ഇന്ന് 3 പേരെ അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ആ ഒരു 3 ഐറ്റം നമ്മൾ ഇന്ന് പുറത്ത് ഫസ്റ്റ് ഇറക്കി. അതിനുശേഷമാണ് അടുത്ത സംഭവം അടുത്ത സെറ്റ് എന്നുള്ള രീതിയിൽ 2 ഐറ്റം ഇറക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന രീതിയിൽ ഫസ്റ്റ് നമുക്കത് റിവീൽ ആക്കാം. നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അത്രയും ഹോപ്പുള്ള അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷകളുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അത്രയും ഹെൽപ്ഫുൾ ആവുന്ന ആൾക്കാരും കൂടെയാണ് ഈ 3 പേര്. സോ ഓക്കെ, വി വെൽക്കം here we go. KVA new 3 gang vehicles on the floor. എല്ലാരും ഹാപ്പി. ഈ 3 റിക്രൂട്ടിൽ ആരും ഇതില്ലല്ലോ, വിഷമിച്ചിട്ടില്ലല്ലോ, എല്ലാരും ഹാപ്പി. നോ ഡിലേ ഗൈസ്, നോ ഡിലേ. നമ്മൾ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞ് ഇന്നത്തെ ഡേറ്റ് പറഞ്ഞ് ഇന്ന് തന്നെ നമ്മളത് സാധനം ഇറക്കി. യെസ്, ഹോക്കി അത് ഹോക്കി തന്നെ വണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു. ഇതിന്റെ ഹോക്കി ഫ്രണ്ട് ഞങ്ങളെ പൈസ ഒന്നുമില്ല. ഒന്ന് ആദ്യം ഒന്ന് വണ്ടി ഹോക്കിക്ക് എന്താ പറയാനുള്ളത്? അതെ അതെ, കാരണം കൊറേ കാലം ഇതിന്റെ പുറകെ ഇരുന്നിട്ടുണ്ട്. അതിന്റെ അത്രയും അതില് 100% ഹാൻഡ്ലിംഗ് കേസ് ആയാലും വണ്ടി കേസ് ആയാലും അടിപൊളിയായിരിക്കും. അത്രയും പറയാനുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിപ്പോ ഫുള്ള് സെറ്റ് ആയിട്ടല്ലേ ഇറക്കിയ 3? ഉദ്ഘാടനം നടക്കുക പോലെ. അപ്പൊ മുതല് വണ്ടി നോക്കിയാലോ? വണ്ടിയുടെ അകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട് വണ്ടി കണ്ടുവെച്ച് നോക്കിയാൽ മതി. മുതല് കണ്ടുവെച്ച് ഓടിക്കാൻ പറ്റത്തില്ലല്ലേ? ഓടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അവിടെ ഇരിക്കട്ടെ വണ്ടി. എടാ ഇതില് ഫസ്റ്റ് ആരാണ്? നമ്മള് ഇന്ന് സംസാരിച്ച ആള്. ഇന്ന് സംസാരിച്ചല്ലേ? ഓക്കെ, ആ ഓക്കെ. അതെ, നിങ്ങളൊന്ന് അവർക്ക് അറിയോ? വിളിച്ചിട്ടേ ഇറങ്ങി വേണം മക്കളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പോയത്. ഓക്കെ അല്ല, ഇപ്പൊ ഇവര് വിളിച്ചു കഴിഞ്ഞാൽ അവരറിയില്ലേ? വിളിച്ചു കഴിഞ്ഞാ അവരെ അറിയില്ലല്ലോ, അറിയത്തില്ല. ഓക്കെ, അവിടെ ചെന്നേക്ക് ഓക്കെ. ഇന്ന് സംസാരിച്ചാളെ അറിയോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. വൺ ബൈ വൺ ആയിട്ട് ഒരാളെ വിളിക്ക്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആള് സംസാരിച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇന്ന് ഇതിന്റെ പുറമെ നമ്മൾ 3 വണ്ടി ഇറക്കി. അതിന് പുറമെ നമ്മൾ ഇന്ന് 2 റിക്രൂട്ട്സ് ആണ് നമ്മളിന്ന് ഇറക്കുന്നത്. സോ അതിൽ ആദ്യത്തെ ആളെ നമുക്ക് ഫസ്റ്റ് വെൽക്കം ചെയ്യാം. സോ വി വെൽക്കമിങ് EVX സിദ്ധു ടു KVS സിദ്ധു. KKB, yes. അതെ അതെ, ഓക്കെ ഓക്കെ. സോ സിദ്ധു തന്നെ പറഞ്ഞു. സിദ്ധു തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് അറിയാത്തൊരു കണ്ടിട്ട് കുറെ എല്ലാവർക്കും അറിയുന്നു, കുറെ മിക്കവാറും നമ്മൾ KV ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലെ ഇവർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും ഒന്ന് സിദ്ധു തന്നെ പറഞ്ഞു. സിദ്ധു ഞാനിപ്പോ KKB കൊണ്ട് കളിച്ചോണ്ടിരുന്നത്. അപ്പൊ തൊട്ട് എല്ലാവരുടെ കമ്പനി ആയിരുന്നു. പിന്നെ ഞാൻ കുറെ EVX-ലും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തി. അത്ര ഉള്ളു. അതായത് ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ഏത് ഗെയിമിലാണ് കളിക്കുന്നതിൽ അവൻ അതിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ ഇവനത്ത് സംസാരിച്ച സമയത്താണെങ്കിലും ഇവൻ ഇപ്പോൾ KVയിൽ വരാമെന്ന് പറഞ്ഞപ്പോഴും അവൻ അത്രയും അവൻ്റെ ഭാഗത്ത് നിന്ന് അവന് ഉറപ്പ് തന്നിട്ടുണ്ട്. വൺസ് ഒരു ഗ്യാങ്ങിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാങ്ങിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് അവൻ നിൽക്കും. അവൻ്റെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അവൻ ആ ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അവൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് പിന്നെ ഇവൻ്റെ ഗൺ പവറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ആ കാര്യത്തിലും ബാക്കിയെല്ലാം അവൻ തന്നെ അത് നമുക്ക് KVക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും. അല്ല സിധു? അത്ര ബെല്ലാരിയും കൂടെ കളിച്ച ഞാൻ പറയാൻ വിട്ടു. ആ യെസ് യെസ്. അടാ
ഇപ്പൊ റീസെന്റ് കളിച്ച് ഇപ്പൊ EVX-ലാണ്. അതാണ് ഇപ്പൊ EVX വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ KKB സിദ്ധു അല്ലേ വാസ്കോ? ഏത് അത് മാത്രമല്ല ഏത് ഗെയിം കളിച്ചാലും അവൻ അവന്റേതായ ഒരു ഇതുള്ള ഒരു പയ്യനാണ്. അതെ അതെ, എന്നെ പോലാണല്ലേ? ഇവിടെ വൺ ടാപ്പ് സിദ്ധു എന്നൊക്കെ പറയുന്നത്. റെഡിയോ? ഞാൻ സ്റ്റോറി ഇട്ടിട്ടോ നോക്കണേ. സിദ്ധുവിന് ഒരു ഇതെല്ലാവരും ഇവിടുത്തെ അറിയില്ലേ? KVയിലാണെങ്കിലും അങ്ങനെ അത്ര ഉള്ള. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിന്റെ ഏജ് എത്ര സിദ്ധുവിന്റെ? എനിക്ക് 19. നീ ഇപ്പൊ പഠിത്തം? ഞാൻ ഫസ്റ്റ് ഇയർ. ഓക്കെ ഏതാ പഠിക്കുന്നത്? ഞാൻ BCom. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹോക്കി. സോ ഇനി ഒരാളുണ്ട്. അല്ലെ ബികോ പഠിച്ചിട്ട് കാര്യമില്ല. ഹോക്കിനെ കണ്ടില്ലേ പണിയിലെന്തിരിക്കുന്നു? റേഡിയോ കയറാൻ പറ്റുമോ? പിന്നെ ആൾമോസ്റ്റ് എല്ലാവരും അറിയാലോ. അടുത്ത പേര് ഒരു സോ ഇനി നമുക്ക് ഒരാളുകൂടെയാണ് നമ്മൾ ഇന്നത്തെ റിക്രൂട്ട്മെന്റ് ഉള്ളത്. സോ ഈ ഒരു പ്ലെയറും നമ്മുടെ KVക്ക് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരു പ്ലെയർ കൂടെയാണ്. സോ വി വെൽക്കമിങ് KTD സുലു ടു KVS സുലു. KTD മീൻസ് കാറ്റാടി. സുലു ഹലോ, വെൽക്കം ടു KVA. അപ്പോ സുലു, നീ തന്നെ നിന്റെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. അറിയാത്തവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിട്ട് നീ എന്നെ ഒന്ന്. എന്റെ പേര് ഡേവിഡ് സുലു. പിന്നെ എനിക്കറിയില്ല. മുന്നേ വിളിച്ച ഗ്യാങ് എന്തുകൊണ്ട് ഇപ്പൊ? ഞാൻ മുമ്പ് KTD കളിച്ചതാ, കാറ്റാടി. അറിയുന്ന വിചാരിക്കുന്നത് അവിടുത്തെ മെമ്പർ ആയിരുന്നു. പിന്നെ പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു അധികം അറിയില്ല. അതെ കുറച്ചൊരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. പക്ഷെ അവനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് അങ്ങനെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവുക. പക്ഷെ ഒരു വിഷയം പ്ലെയർ ആണ്, അല്ലെങ്കിൽ അത്രയും സെൻസിബിൾ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമ്മൾ ഒരുപാട് പേര് കേട്ട പ്ലെയർ ആയിരിക്കില്ല മേ ബി, പക്ഷെ അവന് സ്കില്ലുണ്ട്, അവൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവനെ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പ്രതീക്ഷ സുലു കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലേ സുലു? അത്രേ ഉള്ളൂ. അപ്പം വെൽക്കം സുലു. പുറത്താണ്, ഖത്തറല്ലേ? അതെ ഖത്തറിലാണ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവരെ PO എന്ന് കണ്ടല്ലോ ഇനി പറയാത്ര കാണില്ല. അതോ ഇപ്പൊ ആണോ? സംസാരിക്കാം. കണക്ട് 11:30 ആക്കിയോ? അവര് ഓക്കെ ആണ്. അവര് വാറ് കളിക്കുവാടാ അപ്പുറത്തെ സെർവറില്. അപ്പുറത്തോ? വാസ്കോ ഒന്ന് സംസാരിച്ചു നോക്ക്. കണക്ട് ചെയ്തിട്ട് 11:30 ഓക്കെ ആണോ ചോദിച്ചേക്കാം. ഏത് സെർവറില്? അങ്ങനെ ടർഫ് സെർവർ ഒക്കെ തരും. അവനെ തല്ലിക്കൊല്ലും. അവനെ കൊണ്ടുപോക്കോ, ഫ്രണ്ടെ കൊണ്ടുപോക്കോ, അവരെ തല്ലിക്കൊന്നേരെ. ഒരു സജഷനും ഇല്ല. ഒരു സജഷൻസും ഇല്ല. എടാ ഹോക്കി റോളും റേഡിയോ അത് 12 ഇവരെ ഹലോ ഓക്കെ ഇവരെ വാറിലിടുമ്പോ എങ്ങനെയുണ്ട്? ഇവരെ മുന്നത്തെ ഗ്യാങ് വെച്ച് ഇതാക്കിയിടണോ അതോ എങ്ങനെ ഇടണ്ടേ? സിദ്ധു സുലു ടു വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റില്ല. ഇതുവരെ
ഇതുപോലെ വെൽക്കമിങ് സിദ്ധു ആൻഡ് സുലു ടു KVL. ഇങ്ങനെ വന്നാണ് വാസ്തു ഇങ്ങനെ വന്നത്. Congrats, Kulu. Oh, just miss. ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സിദ്ധുവിന്റെ കാര്യത്തില് ഒരുവിധം വ്യൂവേഴ്സിനെ അറിയുന്നുണ്ടോ അറിയാം. പണ്ട് KKB കളിച്ചാണ് പലതവണ KVK അവന് മുന്നേ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പ്ലെയർ കൂടെയാണ് സിദ്ധുവിന്റെ കേസാണെങ്കിലും. പക്ഷെ സിദ്ധുവിന്റെ കേസാണെങ്കിലും അവൻ ഒരു ഗാംഗിൽ കളിക്കുകയാണെങ്കിൽ അവൻ ആ ഒരു ഗാംഗിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ്. അതായത് ഇല്ല പോയിട്ടില്ല. ഞാൻ TGയുടെ ഒന്ന് കൺഫേം ആയിട്ട് യൂസ് ചെയ്യുക. എന്താ അപ്പുറക്കുന്ന POV ആണോ? ഇല്ല അത് മറ്റേ റോള് കാണാം. അത് ദൂരം പോയായിരുന്നു. ഓക്കെ, സോ അത്രയും അവൻ കമ്മിറ്റഡ് നിൽക്കുന്നതാണ്. സോ ഇപ്പോൾ അവരുടെ ഗ്യാങ് EVX ഡിസ്മാൻഡിലായി. അപ്പോൾ അങ്ങനെയാണ് അവൻ ഇപ്പോൾ KVL ജോയിൻ ചെയ്യാന്നുള്ളതിൽ അവൻ പറഞ്ഞ്. സോ അവൻ വൺസ് ഒരു ഗ്യാങ്ങിൽ കയറി കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിൽ അത്രയും കമ്മിറ്റഡ് നിൽക്കുന്നുള്ള പ്ലെയർ ആണ്. സോ വിശ്വാസം അവൻ കാത്തു സൂക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അടുത്തത് സുലു ആണ്, കാറ്റാടി എന്നുള്ളതാണ്. അവന് ഇതേപോലെ KV കയറാൻ ആഗ്രഹമുള്ള ഒരു പ്ലെയർ കൂടിയാണ്. സോ അവന് ഇതേപോലെ വേറെ ഗ്യാങ് ഇൻവൈറ്റ് വന്നിട്ട് പോലും അവന് നിൽക്കാണ്ട് അല്ലെങ്കിൽ അവൻ അത്രയും KV ആണെങ്കിൽ കയറാന്നുള്ളതാണ്. പിന്നെ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് ഇതേപോലെ ഗ്യാങ്ങിലുള്ള എല്ലാവരോടും സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം കയറിയാൽ മതി എന്നുള്ളത്. സോ അവനത് സംസാരിച്ചപ്പോഴും അവൻ്റെ ഗ്യാങ്ങിലുള്ള പ്ലേയേഴ്സിനാണെങ്കിലും ഹാപ്പിയാണ്. അവൻ KV കയറുന്നതിൽ ഹാപ്പിയാണ്. അത് നിങ്ങൾക്കിപ്പോൾ വാർച്ചാറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവരെ ഗ്യാങ്ങിലുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് അവരെ KVക്ക് വെൽക്കം ചെയ്തിട്ടുള്ളത്. സോ അവൻ്റെ POV ആണെങ്കിലും മനസ്സിലാവും. ഇപ്പോൾ സുലുവിൻ്റെ ആണെങ്കിലും അവന് നമ്മൾ ഇനി ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഓവറേറ്റ് എന്ന് പറയുന്നില്ല, അത്രയും ഫേമസ് ആയിട്ട് ആൾക്കാർ എടുക്കുന്നില്ല. നമ്മൾ പണ്ട് ഇതാക്കിയ പോലെ നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സിനെ ഇതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ അതിൽ പ്ലെയറാണ് സുലു. മേ ബി ഇവരെക്കാളും അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടായേക്കാം, അവൈലബിളുള്ളവരുണ്ടായേക്കാം, മേ ബി കയറാനുള്ളവരുണ്ടായേക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അത്രയും നമുക്കൊരു ബെസ്റ്റാണെന്ന് തോന്നുന്ന ആളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി POV ഇത് കാണാം അവരെ. ഹലോ വെച്ചിട്ട് നമുക്കിത് അവര് കയറ്റിയായിരുന്നോ DCയില്? വീണ്ടും കത്തിയോ? ലിങ്ക് അയച്ചു കൊടുത്തേ. എനിക്ക് അവന്റെ ഇതില്ല, ഐഡി ഇല്ല. സുലുവിനെ അയച്ചോളാം. സിദ്ധുവിനെ അയച്ചു കൊടുത്താ കോള് വിളിച്ച് അതിലുണ്ടോ? വാസ്കോ എഡിറ്റർ 66 വീക്കിന്റെ ഏതവൻ വാസ്കോ എഡിറ്ററും അത്രയും പേര് ചത്ത. അവന്റെ You believe in yourself, it will get you going. Oh, I believed in myself. Okay, you see what I'm doing? In a club with some wines and I might die. Shawty got me out too high. Be standing on a beach in some white ones. Can't control, I think I'm too fly.
ഇപ്പോഴും തേർഡ് വ്യൂ ആണോ കളിക്കുന്നത് സിദ്ധു? ആ തോടി വെച്ചിട്ടുണ്ട്. എടാ തേർഡ് വീല് ഫ്രീം അല്ലേ ഇത്? ആണോ? അതിനുള്ള പ്രശ്നം എന്താ പറയുക, ഒരു പിടുത്തം വരും ഇടക്ക് താഴെ. താഴത്തോട്ട് ചെറിയ പ്രശ്നം. കളിക്ക് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി തേർഡ് നല്ല മൂവ്മെന്റ് ഇടാൻ പറ്റും പറഞ്ഞാൽ നല്ല മൂവ്മെന്റ് ആവും. പക്ഷെ നമ്മുടെ പിയോയിൽ അധികം മൂവ്മെന്റ് തോന്നില്ല, പിയോയിൽ അങ്ങനെ ഒരു ഗുണുണ്ട്. നമ്മുടെ പിയോയിൽ വെറുതെ ബോട്ട് വാക്കി നടക്കണ്ട, അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ എനിക്കിപ്പോ സുലുവിന്റെ 820 അല്ലടാ പിയോയെ, അതെടുത്തോ. മറ്റേ അല്ലാത്ത PC ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇൻസ്റ്റ മോണ്ടേജ് അല്ലേ മറ്റേതില്ലടാ, ആ ക്ലിപ്സില്ലേ റോ ഫുട്ടേജ് ഉണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പിലൂടെ ഇറ്റ് കാണിക്കാം. അമ്മാലിനെന്നൊക്കെ വിചാരിച്ചാലോ നാല് കാണിക്കാം. വേറെ വല്ലതൊക്കെ പ്ലേ ആവുന്നു, ടെൻഷൻ ആവുന്നു. അല്ലെങ്കിൽ മറ്റേ കാണോ? കാണാം. ഓക്കെ റോ ക്ലിപ്പ് ഒറ്റയ്ക്ക് അടിക്കലടാ, പറഞ്ഞു റിഫ്രഷ് ഓടിയ ഇറങ്ങി ലോങ് നോക്കണ്ട തള്ളിക്കോ, റൈറ്റ് ലോങ് നോക്കണ്ട, ലോങ് അവരെ അടിക്കും. ഫിസിക്ക നോക്കുന്ന തള്ളിക്കോ റൈറ്റ് തള്ളിക്കോ. നല്ല സ്നേഹത്തില സുലു ഡ്രൈവറാ, വണ്ടി ഓടിക്കുന്നു. കഴിഞ്ഞില്ലേ? ഇല്ലടാ ഈ പിങ്ങനെ അടിച്ച് അവനും കൂടെ അടുത്ത കാണിക്കാം. ഇതല്ലേ ഒരു CM-ന്റെ അതെ അടുത്ത ഇത് കാണാം. ഇതിന്റെ CM ആണോ? ഇത് അത്യാവശ്യം വിൽക്കുണ്ടല്ലോ റിപ്പയർ സ്റ്റേഷന്റെ അവിടെ ഒരു കീബോർഡ് ഏതാ നിന്റെ?
സൂക്ഷിച്ചല്ലേ ആണോ നിർത്തിട്ട് ഹോൾഡ് ചെയ്ത് കളിക്കട്ടെ നീ കറങ്ങല് നിർത്തിക്കോ 1 വേ അടിച്ചോ മനസ്സിലായി. ഇവിടെയൊക്കെ കണ്ടോ ആള് നോക്കിയാ കളിക്കുന്നത് അങ്ങനെ അതെ. ചുമ്മാ പോയി ചാവാൻ നിൽക്കുന്നില്ല. ഇത് റോ ഫുട്ടേജ് ആണ്, എഡിറ്റഡ് വീഡിയോ ഇതൊന്നുമില്ല. ആ എഡിറ്റഡ് ഉണ്ട് അത് മോനെ അടിയടവനെ പണ്ട് 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 ഡൗൺ 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 എത്രയുടെ ആർപ്പി തുടങ്ങിട്ട് മനസ്സിലായ ഇവിടെ 3 വർഷം. അപ്പൊ പണ്ട് ഏതായിരുന്നു ചെയ്യുന്നത്? ഞാന് ഞാൻ അടി പോയാടാ നല്ല സൗണ്ട് പോണു സൗണ്ട് പോണു ഇത് കഴിഞ്ഞിട്ട് പറയാം. ഈ ക്ലിപ്പ് കൂടി ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടുണ്ടാണോ കളിക്കുന്നത്? അല്ലല്ല ആ വാറ് ഞാൻ മൈൻഡ് ഫക്കായിട്ട് കളിച്ചിട്ടുണ്ടാവും പാട്ട് കേൾക്കുന്നുണ്ട് ബാക്ക്. ആ ശരിയൊന്നും ഇവിടെ പറ്റൂല. ഒരു വ്യൂയിങ് യെസ്. ആ ഇതാവുന്നല്ലേ മറ്റേത്. ജിജി ബ്രോ ജിജി കറങ്ങലോട് കറങ്ങ്. പക്ഷെ ഇതില് പുഷ് ചെയ്യുന്ന ഇതിലെ ഫോളോ എടുത്ത് കളിക്കും. അയ്യോ ഡെത്തെക്സ്. ചുമ്മാ വാരി ബാക്ക് നോക്കട്ടെ പിന്നെ ബിക്ക് റിഫ്രഷ് അടി അവിടെ റിഫ്രഷ് അടി എന്റെ ഈ മറ്റേ ബ്ലൂ മൂൺ ഹെൽമെറ്റ് റിഫ്രഷ് അടി കറങ്ങി അടി പണ്ട് റിഫ്രഷ് അടി എടാ പ്രീറ്റർ റിഫ്രഷ് അടി എടാ കളി കറങ്ങി അടി പണ്ട് എടാ ഈ പിങ് ഇറങ്ങി കറങ്ങി ബിൽഡിംഗ് ഇറങ്ങി ഈ ബിൽഡിംഗ് ഇറങ്ങി കറങ്ങി ആരും ബാക്കിൽ കറങ്ങി പിങ് ഇറങ്ങി വാടാ ബിൽഡിംഗ് കയറി വാടാ പണ്ട് കറങ്ങടാ പിങ്ങറക്കടാ എടാ ബികെ പണ്ണിന് അടിച്ചാൽ ഇവിടെ അടിച്ചാല എന്നാ കറങ്ങി നൈസറ പണ്ട കറങ്ങി എടുത്തിട്ട് ഞാൻ എല്ലാത്തിനും പണ്ണ് എടുത്തിട്ട് പണ്ണ് ഡബ്ല്യു അത്രയുള്ളൂ കളി നൈസ്. എടാ ഇവന്റെ ആ ഒരു ഇതില്ലേ ലെഗസി ആ ഒരു മോണ്ടേജ് ഒന്ന് കാണിക്കുമോ? മോണ്ടേജ് ഇൻസ്റ്റാൾ ഉള്ള ഒരാളെടുത്താടാ PC ല് ഞാൻ എടുക്കാം. എനിക്ക്